തിരക്കുകൾ കൂടി വന്നപ്പോൾ വീട്ടുകാര്യങ്ങൾക്ക് പിള്ളേരുടെ കാര്യങ്ങൾക്കൊന്നും ഹസ്ബൻഡിനൊന്നും വരാനും പോകാനും ഒക്കെ ഉള്ള സമയക്കുറവ് കൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് സമയം തികയാതെ വന്നപ്പോൾ ഞാൻ ടൂ വീലർ എന്നെക്കൊണ്ട് ടൂ വീലർ നിർബന്ധമായിട്ട് പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത്. അത് ഒരു 91, അതായത് എനിക്കൊരു 43 വയസ്സുള്ളപ്പോൾ ടൂ വീലറും 3 വീലറും എടുത്ത്. ഏതായാലും എടുക്കണല്ലേ, രണ്ടും കൂടി അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് എന്താന്ന് എല്ലായിടത്തും പോകണ്ടേ, കടയിൽ പോകണം, സമയം തികയണമെങ്കിൽ ഇത് നമ്മുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ടൂ വീലർ കൂടിയേ കഴിയൂ. അങ്ങനെ പിന്നെ ടൂ വീലറിലായി നടത്തും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോയി 2004 ഈ സ്നോമോ ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോയതാ. പുള്ളി ഫാസ്റ്റാണ്, ഒരു ജിംനാസ്റ്റിക് ബോഡി മിസ്റ്റർ എറണാകുളം ഒക്കെ ആയിരുന്ന ആള് ആണല്ലേ. അതപ്പോ നല്ല സ്പീഡിൽ നടക്കും. പേരെങ്ങനെയാ? ലാലൻ. അപ്പൊ ഇങ്ങനെ കൊറേ നടന്നിട്ട് തിരിച്ചു വരും എൻ്റെ ഒപ്പം, എന്നിട്ട് പിന്നെ നടക്കും. വെളുപ്പിനെയാണ് നടക്കുന്നത്. അങ്ങനെ ഒന്ന് നടന്നു പോയി, ഒരു പുറകെ വന്നൊരു ഓട്ടോറിക്ഷ ഇടിച്ച് ആള് തെറിച്ച് തലത്ത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ തന്നെ അവിടുന്ന് ആസ്പത്രി കൊണ്ടുപോയി. ആൾക്കാർ സഹായത്തിന് വിളിച്ചിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഓട്ടോറിക്ഷക്കാരനും വേറെ ആൾക്കാരും കൂടി താങ്ങി ഓട്ടോറിക്ഷയിൽ വെച്ച് ഞാൻ തന്നെ പോണ വഴിക്ക് ഞാൻ എൻ്റെ റിലേഷനിലെ പറ്റി അവരെ കണ്ടവരോട് പറഞ്ഞ് ഒന്ന് വീട്ടിൽ അറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആസ്പത്രിയിലേക്ക് എത്തി. പക്ഷെ അവിടെ നിന്നും പിന്നെ എറണാകുളത്തോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു 10:30 ആയപ്പോൾ, 6 മണിക്ക് സംഭവിച്ച് 10:30 ആയപ്പോൾ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ മെൻ്റലി ഇച്ചിരി ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പം പിന്നെ എല്ലാവരും ഇതിലോട്ട് ഇറങ്ങി, അവർക്ക് അതിൻ്റെതായ സഹായങ്ങൾ വേണം, ഇല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇതിലോട്ട് ആക്കിയതാണ്. അതിന് പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അമ്മ ആദ്യമായിട്ട് ഈ ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യമായി നിരത്തിലേക്ക് ഒരു വാഹനം ഓടിച്ചിറങ്ങിയപ്പം എന്തായിരുന്നു മനസ്സിൽ? പേടിയായിരുന്നു, സന്തോഷമായിരുന്നു? ടൂ വീലർ ധാരാളം ഓടിച്ചോണ്ടിരിക്കണല്ലേ. കാറെന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാറിൽ പോകണമെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴാ കാറിൽ പോകുക. അപ്പൊ അവരൊന്നും നമ്മളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കൂല. എന്നുവെച്ചാ ഒരിക്കലും ഒരാളും പറയണ സമയത്ത് ഇറങ്ങൂല വീട്ടിൽ നിന്ന്. പിന്നെ ഈ ഓട്ടത്തിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പോലെ. അപ്പൊ നമ്മളെ പിന്നെ എൻ്റെ മൂത്ത മകൻ എനിക്ക് ഓടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോ അങ്ങനെ വണ്ടി തരും. പിന്നെ ബസ്സൊക്കെ ലൈസൻസ് എടുക്കാൻ ചേർത്തലവരെയൊക്കെ ഓടിച്ചോണ്ട് പോയിട്ട് തന്നെയാണ് ലൈസൻസ് ഒക്കെ എടുത്തത്. പിന്നെ അവരിയ്ക്കുമ്പോ ഞാൻ കംഫർട്ടാണ്, നമുക്ക് പേടിയെന്ന് പറയണതില്ല. എന്ന് വെച്ചാൽ ഇവരൊക്കെ അഗ്രഗണ്യന്മാരാണ് വണ്ടിയുടെ ഓടിപ്പിക്കലിന്റെ കാര്യത്തില. അതുകൊണ്ട് അവരുടെ കൂടെ വരുന്ന വണ്ടി ഓടിക്കാൻ നമുക്കൊരു പേടിയുമില്ല. സാധാരണ ഈ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അതായത് പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് ബ്ലോക്ക് ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്തിരി പേടി കൂടുതലാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് സ്ലോയിൽ പോകും. പക്ഷെ എല്ലാവർക്കും സ്ലോയിൽ പോണത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല നായികരുകളുണ്ട്. ഒന്നത് പേടി, പിന്നെ പറയും പെണ്ണുങ്ങൾ ഓടിച്ചിട്ട് ഏതെങ്കിലും വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, വളരെ ചുരുക്കല്ലേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അതാണ് കെയർ ചെയ്ത് ഓടിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും. ആണല്ലേ? വേണ്ട, പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ട്. പക്ഷെ ഇതാണ് അവരുടെ പോളിസി. എന്ന് വെച്ചാ വഴിയില് ഇതില് സമയം വേസ്റ്റ് ചെയ്യാൻ അവർക്കില്ല. ഓടിച്ച് എത്ര ഫാസ്റ്റായിട്ട് ഓടിച്ചാലും മതിയാകാത്താണ് ആൺകുട്ടികളും. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല ഫാസ്റ്റായിട്ടൊക്കെ ഓടിക്കും. അതെ, ഇപ്പൊ ഫാസ്റ്റായിട്ട് ഓടിക്കും. അത് മാത്രമല്ല, ഈ സ്ഥിരം കാണുന്ന ഒരു പതിവുണ്ട്, എന്നെ വണ്ടി അങ്ങോട്ടൊരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇല്ല കുട്ടികളുടെ വീല് ഇങ്ങനെ, അല്ലെങ്കിൽ പ്ലെയിനിന്റെ വീൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കണക്കായിരിക്കും പെണ്ണുങ്ങള് കാല് വെക്കുന്നത്. അതിനൊരു കളിയാക്കലൊക്കെ ഒരുപാട് സഹിക്കുന്നതാ. ഗണേഷ് സാർ തന്നെ കളിയാക്കിയിട്ടുണ്ട്, ആൾക്കാർ കാലുകൊണ്ട് കുത്തി നിരങ്ങിയാണോ അത്. പക്ഷെ നമ്മളിപ്പോഴും അറിയാതെ ചെയ്തു പോകും.